എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. എൻ്റെ മോൻ്റെ പേര് ഹരികേഷ് ശ്രേയസ് എന്നാണ്. അവനൊരു 6 മാസം വരെ കമിരുന്ന വരെ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ കമിരാത്തത് കൊണ്ടാണ്, നീന്താത്തതും നിൽക്കാത്തതും കൊണ്ടാണ് ഞാൻ തെറാപ്പി സെൻറ്റർ അന്വേഷിച്ച് പോകാൻ തുടങ്ങിയത്. പിന്നെ അന്നത്തെ കാലം എൻ്റെ മോൻ്റെ വയസ്സ് ഇപ്പോൾ 15 വയസ്സായി. അപ്പം ഞാൻ അന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം അന്ന് അവയർനെസ് ഇല്ലായിരുന്നു. ഞാൻ തന്നെ മെനക്കെട്ട് പോയി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഫിസിയോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ മോൻ 2 വയസ്സാകുമ്പോഴത്തേക്കും നടക്കാൻ പറ്റിയത്. പ്രയത്നത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പല സെൻറ്റേഴ്സിലും ഓരോ സ്ഥലങ്ങളിലും അന്വേഷിച്ച് വന്നിട്ടാണ്. ഞാൻ ബേസിക്കലി ഫ്രം കാലിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ എറണാകുളത്തിനെ കുറിച്ച് അധികം ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു വന്ന് ഞാനിങ്ങനെ കണ്ടിട്ടാണ്, ഇങ്ങനെ സെൻറ്റർ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ കയറി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കുറച്ചുകൂടി പ്രൊഫഷണൽ ടച്ചായിട്ടാണ് പ്രയത്നയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മോനെ ഇവിടെ കൊണ്ട് ചേർത്തി. ഇവിടെ വന്നതിന് ശേഷം ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ ഏതൊരു കുട്ടിയാണെങ്കിലും. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട് ചെയ്യിപ്പിക്കാനുള്ള. പിന്നെ ഗൈഡൻസ് തരുന്ന തെറാപ്പിസ്റ്റുമാരും നല്ല ക്വാളിഫൈഡ് ആണ്. അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ കുട്ടികൾ നമുക്ക് 45 മിനിറ്റ്സ് തെറാപ്പി ചെയ്തുകൊണ്ട് മാത്രമാവില്ല, വീട്ടിൽ നിന്ന് പാരൻസും കുറേ കൂടി മെനക്കെടണം. ഞാൻ എൻ്റെ മോന് സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പല സെൻറ്റേഴ്സ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇവിടെയും തമ്മിൽ വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ, ഇവിടെ കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ മോൻ്റെ ഡെവലപ്മെൻറ്റ്സ് എനിക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിനുള്ള ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്ത് പഠിപ്പിച്ചാലാണ് കുട്ടികൾക്ക് ഏത് രീതിയിൽ കൊണ്ടുപോയാൽ സാധനങ്ങൾ ഇതാക്കും എന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഇവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് കുറേ ഉള്ളതുകൊണ്ട് അത് വെച്ച് പഠിപ്പിക്കുമ്പം കുറേ കൂടി ഇവർ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം. ആസ് എ മദർ, ഒരമ്മ ആദ്യം മുതലേ അറിയണം തൻ്റെ കുട്ടി എന്താണെന്ന്. തൻ്റെ മോനെ, കുട്ടികളെ ഒരു പ്രസവിച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വാച്ച് ചെയ്യാൻ തുടങ്ങണം. ആ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് അമ്മമാർക്ക് ഇത് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവുള്ളൂ. മൈൽ സ്റ്റോൺസ് കറക്റ്റായിട്ട് അവർ ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾക്ക് 5 വയസ്സിൻ്റെ ഉള്ളിൽ കുട്ടീനെ കറക്റ്റായിട്ട് എല്ലാ മൈൽ സ്റ്റോൺസും കവർ ചെയ്ത് നോർമൽ കുട്ടിയാക്കാൻ പറ്റും.